ഓം ശാന്തി. 14/9/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 18/1/2007 മധുബൻ. ഇപ്പോൾ സ്വയം തന്നെ മുക്തമാക്കി മാസ്റ്റർ മുക്തിദാതാവായി സർവർക്കും മുക്തി നേടിക്കൊടുക്കുന്നതിന് നിമിത്തമാകൂ. ഇന്ന് സ്നേഹത്തിൻ്റെ സാഗരമായ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള സ്നേഹികളായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്നു. 2 പ്രകാരത്തിലുള്ള കുട്ടികളെ കണ്ട് ഹർഷിതമാവുകയാണ്. ഒന്നാണ് ലവ്ലീൻ ആയ കുട്ടികൾ, രണ്ടാമത്തേതാണ് ലവ്ലി ആയ കുട്ടികൾ. 2 പേരുടെയും സ്നേഹത്തിൻ്റെ അലകൾ ബാബയുടെ അടുക്കൽ അമൃതവേളയ്ക്ക് മുമ്പേ തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കുട്ടിയുടെ ഹൃദയത്തിൽ നിന്നും ഓട്ടോമാറ്റിക്കായി ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ബാബ. ബാബ്ദാദയുടെ ഹൃദയത്തിൽ നിന്നും ഈ ഗീതം മുഴങ്ങുന്നു. എൻ്റെ കുട്ടികളെ, ഓമന സന്താനങ്ങളെ, ബാബ്ദാദയുടെയും ശിരസിലെ കിരീടമായ കുട്ടികളെ. ഇന്ന് സ്മൃതി ദിവസം ആയത് കാരണം സർവരുടെയും മനസ്സിൽ സ്നേഹത്തിൻ്റെ അലകൾ കൂടുതലാണ്. അനേകം കുട്ടികളുടെ സ്നേഹത്തിൻ്റെ മുത്തുമാലകൾ ബാബ്ദാദയുടെ കഴുത്തിൽ കോർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബാബയും തൻ്റെ സ്നേഹത്തിൻ്റെ കൈകളുടെ മാല കുട്ടികളെ അണിയിച്ചുകൊണ്ടിരിക്കുന്നു. പരിധിയില്ലാത്ത ബാബ്ദാദയുടെ പരിധിയില്ലാത്ത കൈകളിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും വിശേഷിച്ച് സ്നേഹത്തിൻ്റെ വിമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൂരെ നിന്ന് പോലും മനസ്സിൻ്റെ വിമാനത്തിൽ അവ്യക്ത രൂപത്തിലൂടെ ഫരിഷ്തകളുടെ രൂപത്തിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ബാബ്ദാദ ഇന്ന് സ്മൃതി ദിവസത്തിൻ്റെയും സമർത്ഥ ദിവസത്തിൻ്റെയും കോടി മടങ്ങ് ഓർമ്മകൾ നൽകുകയാണ്. ഈ ദിവസം എത്ര സ്മൃതികൾ ഓർമ്മിപ്പിക്കുന്നു. ഓരോ സ്മൃതിയും സെക്കൻഡിൽ സമർത്ഥമാക്കി മാറ്റുന്നു. സ്മൃതികളുടെ ലിസ്റ്റ് സെക്കൻഡിൽ സ്മൃതിയിൽ വരുന്നുവല്ലോ. സ്മൃതി മുന്നിൽ വരുമ്പോൾ സമൃദ്ധിയുടെ ലഹരി കയറുന്നു. ഏറ്റവും ആദ്യത്തെ സ്മൃതി ഓർമ്മയുണ്ടല്ലോ. എപ്പോഴാണോ ബാബയുടേതായത് അപ്പോൾ ബാബ എന്ത് സ്മൃതിയാണ് ഓർമ്മിപ്പിച്ചത്? താങ്കൾ കഴിഞ്ഞ കൽപ്പത്തിലെ ഭാഗ്യവാൻ ആത്മാവാണ്. ഓർമ്മിക്കൂ, ഈ ആദ്യത്തെ സ്മൃതിയിലൂടെ എന്ത് പരിവർത്തനമാണ് വന്നത്? ആത്മാഭിമാനി ആകുന്നതിലൂടെ പരമാത്മാവാകുന്ന ബാബയുടെ സ്നേഹത്തിൻ്റെ ലഹരി കയറി. എന്തുകൊണ്ട് ലഹരി കയറി? ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ആദ്യത്തെ വാക്ക് ഏതൊന്നാണ് വന്നത്? എൻ്റെ മധുരമായ ബാബ. ഈ ഒരു ഗോൾഡൻ വാക്ക് വന്നതിലൂടെ എന്ത് ലഹരിയാണ് കയറിയത്? എൻ്റെ ബാബ എന്ന് പറയുന്നതിലൂടെ, അറിയുന്നതിലൂടെ, അംഗീകരിക്കുന്നതിലൂടെ മുഴുവൻ പരമാത്മാ പ്രാപ്തികളും താങ്കളുടെ സ്വന്തം പ്രാപ്തികളായി അനുഭവമുണ്ടല്ലോ. എൻ്റെ ബാബ എന്ന് പറയുന്നതിലൂടെ എത്ര പ്രാപ്തികൾ താങ്കളുടേതായി. എവിടെ പ്രാപ്തികൾ ഉണ്ടായിരിക്കുന്നുവോ അവിടെ ഓർമ്മിക്കേണ്ടി വരുന്നില്ല. എന്നാൽ സ്വതവേ തന്നെ വരുന്നു, സഹജമായി തന്നെ വരുന്നു. കാരണം എൻ്റേതായി കഴിഞ്ഞുവല്ലോ. ബാബയുടെ ഖജനാവ് എൻ്റെ ഖജനാവായി. എൻ്റേതിനെ ഓർമ്മിക്കുകയല്ല ചെയ്യുന്നത്, ഓർമ്മയുണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. എൻ്റേതിനെ മറക്കുന്നത് പ്രയാസമാണ്, ഓർമ്മിക്കുന്നത് പ്രയാസമല്ല. ഏതുപോലെ ഈ ഒരു അനുഭവമുണ്ട്. എൻ്റെ ശരീരം മറക്കുന്നുണ്ടോ? മറക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? എൻ്റേതാണല്ലോ. അപ്പോൾ എവിടെ എൻ്റേത് എന്നത് വരുന്നുവോ അവിടെ സഹജമായി ഓർമ്മയുണ്ടാകുന്നു. അപ്പോൾ സ്മൃതി സമർത്ഥ ആത്മാവാക്കി മാറ്റി. എൻ്റെ ബാബ എന്ന ഒരു വാക്ക് ഭാഗ്യവിധാതാവിനെ, അക്ഷയ ഖജനാവുകളുടെ ദാതാവിനെ എൻ്റേതാക്കി മാറ്റി. ഇങ്ങനെയുള്ള അതിശയം ചെയ്യുന്ന കുട്ടികളാണല്ലോ പരമാത്മാ പാലനയുടെ അധികാരി ആയി കഴിഞ്ഞു. ആ പരമാത്മാ പാലന മുഴുവൻ കൽപ്പത്തിലും ഒരു തവണയാണ് ലഭിക്കുന്നത്.
ആത്മാക്കളുടെയും ദേവാത്മാക്കളുടെയും പാലനയാണെങ്കിൽ ലഭിക്കുന്നു. എന്നാൽ പരമാത്മാ പാലന കേവലം ഒരു ജന്മത്തേക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്മൃതി സോ സമർത്ഥി ദിവസത്തിൽ പരമാത്മാ പാലനയുടെ ലഹരിയും സന്തോഷവും സഹജമായി ഓർമ്മയുണ്ടായിരുന്നുവല്ലോ. കാരണം ഇന്നത്തെ വായുമണ്ഡലം സഹജ ഓർമ്മയുടേതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം സഹജ യോഗിയായി ഇരുന്നുവോ? അതോ ഇന്നത്തെ ദിവസവും ഓർമ്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നുവോ? കാരണം ഇന്നത്തെ ദിവസത്തെ സ്നേഹത്തിൻ്റെ ദിവസം എന്നാണല്ലോ പറയുക. അപ്പോൾ സ്നേഹം പ്രയത്നത്തെ മായ്ക്കുന്നു. സ്നേഹം എല്ലാ കാര്യങ്ങളെയും സഹജമാക്കി മാറ്റുന്നു. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം വിശേഷിച്ച് സഹജയോഗിയായി ഇരുന്നുവോ? അതോ പ്രയാസം വന്നോ? ആർക്കാണോ ഇന്നത്തെ ദിവസം പ്രയാസം വന്നത് അവർ കൈ ഉയർത്തു. ആർക്കും വന്നില്ലേ? എല്ലാവരും സഹജയോഗി ആയിരുന്നു. നല്ലത്. ആരാണോ സഹജയോഗി ആയിരുന്നത് അവർ കൈ ഉയർത്തു. എല്ലാവരും ഉയർത്തി. ശരി, സഹജയോഗി ആയിരുന്നുവോ? ഇന്ന് മായയ്ക്ക് അവധി നൽകിയിരുന്നു. ഇന്ന് മായ വന്നില്ലല്ലോ. ഇന്ന് മായയ്ക്ക് വിട നൽകിയോ? ശരി, ഇന്ന് വിട നൽകി. അതിൻ്റെ ആശംസകൾ. അഥവാ ഇതേപോലെ തന്നെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുകയാണെങ്കിൽ മായയുടെ വിടവാങ്ങൽ സദാകാലത്തേക്ക് ഉണ്ടാകും. കാരണം ഇപ്പോൾ 70 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ ബാബ്ദാദ ഈ വർഷത്തെ വേറിട്ട വർഷം, സർവരുടെയും പ്രിയമായിരിക്കുന്നതിൻ്റെ വർഷം, പ്രയത്നത്തിൽ നിന്നും മുക്തമായ വർഷം, സമസ്യയിൽ നിന്നും മുക്തമായ വർഷമായി ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണോ മുക്തവർഷം ആഘോഷിക്കുമോ? കാരണം മുക്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. അനേകം ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് മുക്തിദാതാവായ ബാബയുമായി സഹചാരിയായി മുക്തി നേടിക്കൊടുക്കണം. അപ്പോൾ മാസ്റ്റർ മുക്തിദാതാവ് എപ്പോഴാണോ സ്വയം മുക്തമാകുന്നത് അപ്പോഴാണല്ലോ മുക്തി വർഷം ആഘോഷിക്കുക. കാരണം ബ്രാഹ്മണ ആത്മാക്കളായ താങ്കൾ സ്വയം മുക്തമായി അനേകർക്ക് മുക്തി നേടിക്കൊടുക്കുന്നതിന് നിമിത്തമാണ്. ഒരു ഭാഷ മുക്തി നേടിക്കൊടുക്കുന്നതിന് പകരം ബന്ധനത്തിൽ ബന്ധിക്കുന്നു, സമസ്യയുടെ അധീനമാക്കുന്നു. അതാണ് ഇങ്ങനെയല്ല അങ്ങനെ, അങ്ങനെയല്ല ഇങ്ങനെ. സമസ്യ വരുമ്പോൾ ഇത് പറയുന്നു, ബാബ ഇങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ ആയിരുന്നുവല്ലോ. ഇങ്ങനെ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരുന്നേനെ. ഇതാണ് ഒഴിവ് കഴിവ് പറയുന്നതിൻ്റെ കളി. ബാബ്ദാദ സർവരുടെയും ഫയൽ നോക്കി. അപ്പോൾ ഫയലിൽ എന്താണ് കണ്ടത്? മെജോറിറ്റിയുടെയും ഫയൽ പ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ പേപ്പറിനാൽ നിറഞ്ഞിരിക്കുകയാണ്. പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വളരെ ഹൃദയപൂർവ്വം ചെയ്യുന്നു, ചിന്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ വരെയും കണ്ടത് ഫയൽ വലുതായിക്കൊണ്ടിരിക്കുന്നതാണ്, പക്ഷേ ഫൈനൽ ആയിട്ടില്ല. ദൃഢപ്രതിജ്ഞയുടെ കാര്യത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ജീവൻ പോയാലും പ്രതിജ്ഞ പോകരുത് എന്ന്. അപ്പോൾ ബാബ്ദാദ ഇന്ന് സർവരുടെയും ഫയൽ നോക്കി വളരെയധികം നല്ല നല്ല പ്രതിജ്ഞകൾ ചെയ്തിരിക്കുകയാണ്. മനസ്സുകൊണ്ടും ചെയ്തിട്ടുണ്ട്, എഴുതിയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം എന്ത് ചെയ്യും? ഫയലിനെ വർദ്ധിപ്പിക്കുമോ അതോ പ്രതിജ്ഞയെ ഫൈനൽ ചെയ്യുമോ? എന്ത് ചെയ്യും? ആദ്യത്തെ ലൈനിലുള്ളവർ പറയൂ, പാണ്ഡവർ കേൾപ്പിക്കൂ, ടീച്ചേഴ്സ് കേൾപ്പിക്കൂ. ബാബ്ദാദയുടെ അടുക്കൽ വലുതായിക്കൊണ്ടിരിക്കുന്ന ഫയൽ ഈ വർഷം ഫൈനൽ ചെയ്യുമോ അതോ ഈ വർഷവും ഫയലിൽ പേപ്പർ ആഡ് ചെയ്യുമോ? എന്ത് ചെയ്യും? പാണ്ഡവർ പറയൂ, ഫൈനൽ ചെയ്യുമോ? കുനിയേണ്ടി വന്നാലും മാറേണ്ടി വന്നാലും സഹിക്കേണ്ടി വന്നാൽ പോലും കേൾക്കേണ്ടി വന്നാൽ പോലും മാറുക തന്നെ വേണം എന്നാരെ മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു.
നോക്കൂ, ടി വിയിൽ എല്ലാവരുടെയും ഫോട്ടോ എടുക്കൂ. എല്ലാവരുടെയും ഫോട്ടോ എടുക്കണം. 2, 3, 4 ടി വി ഉണ്ട്. എല്ലാ ഭാഗത്തുമുള്ള ഫോട്ടോ എടുക്കൂ. ഈ റെക്കോർഡ് സൂക്ഷിക്കണം. ഈ ഫോട്ടോ എടുത്ത് ബാബയ്ക്ക് നൽകണം. ടി വിക്കാർ എവിടെ? ബാബ്ദാദയും ഫയലിൻ്റെ നേട്ടം എടുക്കട്ടെ. ആശംസകൾ, ആശംസകൾ. സ്വയം തനിക്ക് വേണ്ടി തന്നെ കൈയടിക്കൂ. നോക്കൂ, ഏതുപോലെ ഒരു ഭാഗത്ത് സയൻസ്, മറുഭാഗത്ത് ഭ്രഷ്ടാചാരി, മൂന്നാമത്തെ ഭാഗത്ത് പാപാചാരി. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ കൂടുതൽ വർധനവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ധാരാളം പുതിയ പുതിയ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ താങ്കളാണെങ്കിൽ വേൾഡ് ക്രിയേറ്ററിൻ്റെ കുട്ടികളാണ്. അപ്പോൾ താങ്കൾ ഈ വർഷം ഇങ്ങനെയുള്ള നവീനതയുടെ ഉപാധി സ്വീകരിക്കൂ. അതിലൂടെ പ്രതിജ്ഞ ദൃഢമാകട്ടെ. കാരണം എല്ലാവരും പ്രത്യക്ഷത ആഗ്രഹിക്കുന്നു. എത്ര ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സ്ഥാനത്തും വലിയ വലിയ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഭാഗവും നന്നായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ വർഷം ഈ എഡിഷൻ ചെയ്യൂ. ഏതൊരു സേവനം ചെയ്താലും വായ്കൊണ്ടുള്ള സേവനം ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ കേവലം വായ്കൊണ്ടുള്ള സേവനം മാത്രം പോരാ. മനസ്സായും വാചായും സ്നേഹവും സഹയോഗവുമാകുന്ന കർമ്മവും ഒരേ സമയത്ത് 3 സേവനങ്ങളും ഒരുമിച്ച് നടക്കണം. പ്രത്യേകം പ്രത്യേകം ആകരുത്. ഒന്നാമതായി സേവനത്തിൽ കാണപ്പെടുന്നത് ഇതാണ്: ബാബ്ദാദ ഏതൊരു റിസൾട്ട് കാണാൻ ആഗ്രഹിക്കുന്നോ അതുണ്ടാകുന്നില്ല. പ്രത്യക്ഷത ഉണ്ടാകണം എന്ന് താങ്കളും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വരെയും മുൻപത്തേക്കാൾ ഈ റിസൾട്ട് വളരെ നല്ലതാണ്. എല്ലാവരും നല്ലതാണ്, നല്ലതാണ്, വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. എന്നാൽ നല്ലതായി മാറുക എന്നാൽ പ്രത്യക്ഷത ഉണ്ടാവുക എന്നർത്ഥം. അതിനാൽ ഇപ്പോൾ എഡിഷൻ ചെയ്യൂ. ഒരേ സമയത്ത് മനസ്സ, വാച, കർമ്മണ സ്നേഹിയും സഹയോഗിയുമാകണം. ഓരോ സഹചാരികൾക്കും, ബ്രാഹ്മണരായ സഹചാരിയായാലും സേവനത്തിന് നിമിത്തമാകുന്ന പുറമേയുള്ള സഹചാരികളായാലും സഹയോഗവും സ്നേഹവും നൽകണം. ഇതാണ് കർമ്മണ സേവനത്തിൽ നമ്പർ 1 നേടുക എന്നത്. ഈ ഭാഷ പറയരുത്. അവർ ഇങ്ങനെ ചെയ്തുവല്ലോ, അതിനാലാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. സ്നേഹത്തിന് പകരം കുറച്ചൊക്കെ പറയേണ്ടി വന്നു. ബാബ എന്ന വാക്ക് പറയുന്നില്ല. ഇത് ചെയ്യേണ്ടി തന്നെ വരും, പറയേണ്ടി തന്നെ വരുന്നു, നോക്കേണ്ടി തന്നെ വരുന്നു. ഇത് പാടില്ല. ഇത്രയും വർഷങ്ങളായി നോക്കി ബാബ്ദാദ അവധിയും നൽകി. ഇങ്ങനെയല്ല അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ എപ്പോൾ വരെ? ബാബ്ദാദയോട് എല്ലാവരും ആത്മീയ സംഭാഷണത്തിൽ മെജോറിറ്റിയും പറയുന്നു, ബാബ ഒടുവിൽ തിരശീല എപ്പോഴാണ് തുറക്കുക? എത്ര നാൾ തുടരും? അപ്പോൾ ബാബ്ദാദ താങ്കളോട് പറയുന്നു, ഈ പഴയ ഭാഷയും പഴയ പെരുമാറ്റവും അലക്ഷ്യത്തിൻ്റെയും കയ്പ് നിറഞ്ഞതിൻ്റെയും എപ്പോൾ വരെ? ബാബ്ദാദയ്ക്കും ക്വസ്റ്റ്യൻ ഉണ്ട്. എത്ര നാൾക്കുള്ളിൽ? താങ്കൾ ഉത്തരം നൽകൂ. അപ്പോൾ ബാബ്ദാദയും എപ്പോൾ വിനാശം ഉണ്ടാകും എന്നതിൻ്റെ ഉത്തരം നൽകും. കാരണം ബാബ്ദാദയ്ക്ക് വിനാശത്തിൻ്റെ തിരശീല ഇപ്പോഴും ഈ സെക്കൻഡിൽ തുറക്കാൻ സാധിക്കും. എന്നാൽ ആദ്യം രാജ്യം ഭരിക്കുന്നവർ തയ്യാറാകണം. അപ്പോൾ ഇപ്പോൾ മുതൽ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ സമാപ്തി സമീപം കൊണ്ടുവരും. ആരുടെയും ദുർബലതയുടെ കാര്യത്തിൽ കാരണം പറയരുത്. നിവാരണം നടത്തൂ. ഇത് കാരണമായിരുന്നുവല്ലോ. ബാബ്ദാദ മുഴുവൻ ദിവസത്തിലും കുട്ടികളുടെ കളി കാണുന്നുണ്ടല്ലോ. കുട്ടികളോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ അടിക്കടി കളി കണ്ടുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദയുടെ ടി വി വളരെ വലുതാണ്. ഒരേ സമയത്ത് വേൾഡ് കാണുവാൻ സാധിക്കും. 4 ഭാഗത്തുമുള്ള കുട്ടികളെ കാണുവാൻ സാധിക്കും.
അമേരിക്ക ആകട്ടെ ഗുഡ്ഗാവ് ആകട്ടെ എല്ലാം കാണപ്പെടുന്നു. അപ്പോൾ ബാബ്ദാദ വളരെയധികം കളികൾ കാണുന്നു. ഒഴിവാക്കുന്നതിൻ്റെ, അതായത് മാറ്റുന്നതിൻ്റെ ഭാഷ വളരെ നല്ലതാണ്. ഈ കാരണം ഉണ്ടായിരുന്നല്ലോ, ബാബ എൻ്റെ തെറ്റല്ല, ഇയാൾ ഇങ്ങനെ ചെയ്തുവല്ലോ, അയാൾ ചെയ്തു, എന്നാൽ താങ്കൾ പരിഹാരം ചെയ്തുവോ? കാരണത്തെ കാരണം തന്നെയാക്കി മാറ്റിയോ, അതോ കാരണത്തെ നിവാരണത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിയോ? എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ, ബാബ അങ്ങയുടെ ആശ എന്താണ്? അപ്പോൾ ബാബ്ദാദ ആശ കേൾപ്പിക്കുകയാണ്. ബാബ്ദാദയുടേത് ഒരേ ഒരു ആശയാണ്. നിവാരണം കാണപ്പെടണം, കാരണം ഇല്ലാതാകണം, സമസ്യ സമാപ്തമാകണം, പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കണം. സാധ്യമാണോ? സാധ്യമാണോ? ആദ്യത്തെ ലൈൻ സാധ്യമാണോ? തലകുലുക്കൂ. പിന്നിലിരിക്കുന്നവർ സാധ്യമാണോ? എല്ലാവരും കൈ ഉയർത്തി. ശരി. നാളെ അഥവാ TV തുറക്കുകയാണെങ്കിൽ TV തീർച്ചയായും നോക്കുമല്ലോ. അപ്പോൾ നാളെ TV നോക്കുമ്പോൾ ഫോറിനിലുള്ളവർ ആയാലും ഇന്ത്യയിൽ ഉള്ളവരായാലും ചെറിയ ഗ്രാമത്തിലുള്ളവരായാലും വളരെ വലിയ സ്റ്റേറ്റ് ആയാലും എവിടെയായാലും കാരണം കാണപ്പെടുകയില്ലല്ലോ. ഉറപ്പാണോ? ഇതിൽ അതെ എന്ന് പറയുന്നില്ലല്ലോ. നടക്കുമോ? കൈ ഉയർത്തൂ. കൈ വളരെ നന്നായി ഉയർത്തുന്നു. ബാബ്ദാദ സന്തോഷിക്കുന്നു. കൈ ഉയർത്തുന്നത് അത്ഭുതകരമാണ്. കുട്ടികൾക്ക് സന്തോഷിപ്പിക്കാൻ അറിയാം. കാരണം ബാബ്ദാദ കാണുന്നുണ്ട്. ചിന്തിക്കൂ, താങ്കൾ കോടിയിൽ ചിലരിലും ചിലരായ നിമിത്തമായവരാണ്. ഇപ്പോൾ ഈ കുട്ടികളല്ലാതെ മറ്റാര് ചെയ്യും? താങ്കൾക്ക് തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ബാബ്ദാദയ്ക്ക് കുട്ടികളായ നിങ്ങളിൽ പ്രതീക്ഷയുണ്ട്. ആരാണോ വരുന്നവർ അവർ താങ്കളുടെ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ ശരിയാകും. അവർക്ക് പ്രയത്നിക്കേണ്ടി വരില്ല. താങ്കൾ ആയി മാറൂ, ഇത്രമാത്രം. കാരണം നിങ്ങളേവരും ജന്മമെടുത്തപ്പോൾ തന്നെ ബാബയോട് വാഗ്ദാനം ചെയ്തു, കൂടെയിരിക്കും, കൂട്ടുകാരാകും, കൂടെ പോകും, ബ്രഹ്മബാബയോടൊപ്പം രാജ്യത്തിൽ വരും. ഈ വാഗ്ദാനം ചെയ്തുവല്ലോ. കൂടെ ഇരിക്കുകയും കൂടെ പോവുകയും ചെയ്യുമെന്നിരിക്കെ കൂടെ സേവനത്തിൻ്റെ സഹചാരികളും ആണല്ലോ. അതിനാൽ ഇപ്പോൾ എന്തു ചെയ്യും? കൈ വളരെ നന്നായി ഉയർത്തി. ബാബ്ദാദ സന്തുഷ്ടമായി. എന്നാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യം വരുമ്പോൾ ഈ ദിവസം, ഈ തീയതി, ഈ സമയം ഓർമ്മിക്കണം. നമ്മൾ എന്തിലാണ് കൈ ഉയർത്തിയിരുന്നത്? സഹായം ലഭിക്കും, താങ്കൾക്ക് ആകേണ്ടി വരും. ഇപ്പോൾ കേവലം വേഗം ആയി മാറൂ. താങ്കൾ ചിന്തിക്കുന്നുണ്ടല്ലോ, നമ്മൾ തന്നെയാണ് കഴിഞ്ഞ കൽപ്പത്തിലും ആയിരുന്നത്, ഇപ്പോഴും ആണ്, ഓരോ കൽപ്പത്തിലും നമ്മൾക്ക് തന്നെയാണ് ആകേണ്ടത്. ഇത് ഉറപ്പാണല്ലോ. അതോ 2 വർഷം ആവുകയും 3-ാമത്തെ വർഷം വഴുതി പോവുകയും ചെയ്യുമോ? ഇങ്ങനെ ഉണ്ടാകില്ലല്ലോ. അപ്പോൾ സദാ ഓർമ്മ വയ്ക്കൂ, നമ്മൾ തന്നെയാണ് നിമിത്തം. നമ്മൾ തന്നെയാണ് കോടിയിൽ ചിലരിലും ചിലർ. കോടിയിൽ ചിലർ വരും, എന്നാൽ താങ്കൾ ചിലരിലും ചിലരാണ്. അപ്പോൾ ഇന്ന് സ്നേഹത്തിൻ്റെ ദിവസമാണ്. സ്നേഹത്തിൽ എന്ത് ചെയ്യുന്നതും പ്രയാസമായിരിക്കുകയില്ല. അതിനാൽ ബാബ്ദാദ ഇന്ന് തന്നെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ബ്രഹ്മബാബയോട് കുട്ടികൾക്ക് എത്ര സ്നേഹമാണുള്ളത്. ഇത് കണ്ട് ശിവബാബ വളരെയധികം സന്തോഷിക്കുന്നു. 4 ഭാഗത്തും കണ്ടു. 7 ദിവസത്തെ സ്റ്റുഡൻ്റ് ആയാലും 70 വർഷം ആയവരായാലും 70 വർഷം ആയവർ ആയാലും 7 ദിവസമുള്ളവരായാലും ഇന്നത്തെ ദിവസം സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ശിവബാബയും കുട്ടികളുടെ ബ്രഹ്മബാബയോടുള്ള സ്നേഹം കണ്ട് ഹർഷിതമാകുന്നു. ഇന്നത്തെ ദിവസത്തെ
മറ്റ് വിശേഷങ്ങൾ കേൾപ്പിക്കട്ടെ. ഇന്നത്തെ ദിവസം അഡ്വാൻസ് പാർട്ടിയും ബാബ്ദാദയുടെ അടുക്കൽ എമർജ് ആകുന്നു. അപ്പോൾ അഡ്വാൻസ് പാർട്ടിയും താങ്കളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ബാബയോടൊപ്പം മുക്തിധാമത്തിൻ്റെ കവാടം തുറക്കും? ഇന്ന് മുഴുവൻ അഡ്വാൻസ് പാർട്ടിയും ബാബ്ദാദയോട് ഇത് പറയുകയായിരുന്നു. നമുക്ക് തീയതി പറഞ്ഞു തരൂ. അപ്പോൾ എന്ത് ഉത്തരം നൽകട്ടെ? പറയൂ, എന്തുത്തരം നൽകണം? ഉത്തരം നൽകുന്നതിൽ ആരാണ് സമർത്ഥർ? ബാബ്ദാദ ഈ ഒരു ഉത്തരം നൽകുന്നു: ഏറ്റവും വേഗത്തിൽ നടക്കും. എന്നാൽ ഇതിൽ കുട്ടികളായ നിങ്ങളുടെ സഹയോഗം ബാബയ്ക്ക് വേണം. എല്ലാവരും കൂടെ പോകുമല്ലോ. കൂടെ പോകുന്നവരാണോ അതോ നിന്ന് പോകുന്നവരാണോ? കൂടെ പോകുന്നവരാണല്ലോ. കൂടെ പോകുന്നതാണല്ലോ ഇഷ്ടം. എങ്കിൽ സമ്മാനമാകേണ്ടി വരും. അഥവാ കൂടെ പോകണമെങ്കിൽ സമ്മാനമാകേണ്ടി തന്നെ വരുമല്ലോ. ചൊല്ല് എന്താണ്? കയ്യിൽ കൈ ഉണ്ടാകണം, കൂടെ കൂട്ടുണ്ടാകണം. അപ്പോൾ കയ്യിൽ കൈ എന്നാൽ സമ്മാനം. പറയൂ, ദാദിമാർ പറയൂ. തയ്യാറാകുമോ? ദാദിമാർ പറയൂ. ദാദിമാർ കൈ ഉയർത്തു. ദാദാമാർ കൈ ഉയർത്തു. താങ്കളെ മുതിർന്ന ദാദ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പറയൂ, ദാദിമാർ, ദാദാമാർ. ഏതെങ്കിലും തീയതി ഉണ്ടോ? മുന്നിലുള്ളവർ പറഞ്ഞു, ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ തയ്യാറാണോ? നല്ല ഉത്തരമാണ് നൽകിയത്. ദാദിമാരെ, പൂർത്തിയാക്കുക തന്നെ വേണം. ഓരോരുത്തരും, ചെറിയവരും മുതിർന്നവരും, ഇതിൽ സ്വയം ഉത്തരവാദിയായി മനസ്സിലാക്കണം. ഇതിൽ ചെറിയവർ ആകരുത്. 7 ദിവസത്തെ കുട്ടിയും ഉത്തരവാദിയാണ്. കാരണം കൂടെ പോകുമല്ലോ. ബാബ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിച്ചാൽ പോകാം. പക്ഷേ ബാബയ്ക്ക് പോകാൻ സാധിക്കില്ല. കൂടെയാണ് പോകേണ്ടത്. ബാബയുടെയും കുട്ടികളായ നിങ്ങളുടെയും വാഗ്ദാനം ഉണ്ട്. വാഗ്ദാനം നിറവേറ്റേണ്ടതുണ്ടല്ലോ. നിറവേറ്റണമല്ലോ. ശരി. 4 ഭാഗത്തെയും കത്തുകൾ, ഓർമ്മക്കുറിപ്പ്, ഇമെയിൽ, ഫോൺ 4 ഭാഗത്തുമുള്ള ധാരാളം വന്നിരിക്കുകയാണ്. ഇവിടെ മധുബനിലും വന്നിരിക്കുകയാണ്. വതനത്തിലും എത്തിച്ചേർന്നു. ഇന്നത്തെ ദിവസം ആരാണോ ബന്ധനത്തിലിരിക്കുന്ന മാതാക്കൾ, അവരുടെയും വളരെയധികം സ്നേഹം നിറഞ്ഞ മനസ്സിൻ്റെ ഓർമ്മകൾ ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ബാബ്ദാദ ഇങ്ങനെയുള്ള സ്നേഹികളായ കുട്ടികളെ വളരെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. ആശീർവാദങ്ങളും നൽകുന്നു. ശരി. 4 ഭാഗത്തുമുള്ള സ്നേഹികളായ കുട്ടികൾക്ക്, ലൗലിയും ലൗലീനും 2 കുട്ടികൾക്കും സദാ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് ഓരോ ചുവടിലും കോടികൾ ശേഖരിക്കുന്ന നോളജ്ഫുള്ളും പവർഫുള്ളുമായ കുട്ടികൾക്ക്, സദാ സ്നേഹിയും സ്വമാനധാരിയും ബഹുമാനധാരിയുമായ ഇങ്ങനെയുള്ള സദാ ബാബയുടെ ശ്രീമത്ത് പാലിക്കുന്ന വിജയികളായ കുട്ടികൾക്ക്, സദാ ബാബയുടെ ഓരോ ചുവടിന്മേൽ ചുവട് വയ്ക്കുന്ന സഹജയോഗികളായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: ലൈൻ ക്ലിയർ എന്നതിൻ്റെ ആധാരത്തിൽ നമ്പർ 1 പാസ്സാകുന്ന എവർ റെഡിയായി ഭവിക്കട്ടെ. സദാ എവർ റെഡി ആയിരിക്കുക. ഇത് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയാണ്. തൻ്റെ ബുദ്ധിയുടെ ലൈൻ ഈ വിധം ക്ലിയറായിരിക്കണം. അതായത് ബാബയുടെ ഏതൊരു സൂചന ലഭിച്ചാലും എവർ റെഡി. ആ സമയത്ത് യാതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാകരുത്. അപ്രതീക്ഷിതമായി ഒരേ ഒരു ക്വസ്റ്റ്യൻ വരും. ഓർഡർ ഉണ്ടാകും. ഇവിടെ തന്നെ ഇരിക്കൂ, ഇവിടെ എത്തിച്ചേരൂ. അപ്പോൾ ഒരു കാര്യത്തിൻ്റെയോ സംബന്ധത്തിൻ്റെയോ ഓർമ്മ വരരുത്. അപ്പോൾ നമ്പർ 1 പാസ്സാക്കാൻ സാധിക്കും. എന്നാൽ ഇതെല്ലാം അപ്രതീക്ഷിതമായുള്ള പരീക്ഷയായിരിക്കും. അതിനാൽ എവർ റെഡിയാകൂ. സ്ലോഗൻ:
മനസ്സിനെ ശക്തിശാലി ആക്കുന്നതിനായി ആത്മാവിന് ഈശ്വരീയ സ്മൃതിയുടെയും ശക്തിയുടെയും ആഹാരം നൽകൂ. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപം ആക്കൂ. പല കുട്ടികളും പറയുന്നു, എപ്പോഴാണോ യോഗത്തിലിരിക്കുന്നത് അപ്പോൾ ആത്മാഭിമാനി ആകുന്നതിന് പകരം സേവനം ഓർമ്മ വരുന്നു. എന്നാൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ലാസ്റ്റ് സമയത്ത് അഥവാ അശരീരി ആകുന്നതിന് പകരം സേവനത്തിൻ്റെ പോലും സങ്കല്പം നടന്നുവെങ്കിൽ സെക്കൻഡിൻ്റെ പരീക്ഷയിൽ ഫെയിലായി പോകും. ആ സമയത്ത് ബാബയല്ലാതെ നിരാകാരി, നിർവികാരി, നിരഹങ്കാരി മറ്റൊരു ഓർമ്മയും പാടില്ല. സേവനത്തിൽ ഏതായാലും സാകാരത്തിൽ വന്നു പോകും. അതിനാൽ ഏത് സമയത്ത് എന്താഗ്രഹിക്കുന്നുവോ ആ സ്ഥിതി ഉണ്ടാകണം. ഇല്ലെങ്കിൽ വഞ്ചിതരാകും. ഓം ശാന്തി. സങ്കൽപ്പങ്ങളുടെ വിസ്താരത്തെ സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ ആത്മാവ് സ്വരാജ്യ അധികാരിയാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെയും സൂക്ഷ്മ ശക്തികളെയും എൻ്റെ നിയന്ത്രണത്തിൽ ആക്കുന്നു. ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് എൻ്റെ പരമപ്രിയനായ ശിവ് ബാബയുമായുള്ള മധുരമായ കൂടിക്കാഴ്ച എന്നിൽ നിറഞ്ഞ സംതൃപ്തിയുടെ അനുഭവം വരുത്തുന്നു. പരമധാമത്തിലെ ഈ ദിവ്യ ജ്യോതിയിൽ നിന്നും വരുന്ന പ്രകാശധാര എന്നിൽ സമസ്ത ശക്തികളും ഗുണങ്ങളും നിറയ്ക്കുന്നു. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും വിശേഷതകൾ ജീവിതത്തിൽ പകർത്താനുള്ള വിശേഷ വരദാനം ബാബ എനിക്ക് നൽകുകയാണ്. ഞാൻ മഹാദാനിയായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഉദാരചിത്തതയോടെ ദിവ്യ അലൗകിക ഈശ്വരീയ പ്രാപ്തികൾ
ദാനം ചെയ്യുകയാണ്.